ആ 1,00,00,000 20 ലക്ഷം രൂപ ഞാൻ തരാം. ആ പേരിന്റെ ഉടമയാണ് മഹാനായ PK കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നേതാവ്. ഞാൻ തരാം. അതോടുകൂടി വിഷയം അവസാനിപ്പിച്ചു. പിന്നെ പരിപാടി എവിടെയില്ല. വോട്ടിറങ്ങി. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സുന്നി SKSFന്റെ സംസ്ഥാന ഓഫീസ് കോഴിക്കോട് ലിങ്ക് റോഡിൽ വിലക്കെടുത്തു. 25 സെന്റ് സ്ഥലമാണ്. 25 സെന്റ്. അന്ന് സെന്റിന് 1 ലക്ഷം രൂപയാണ്. ഇന്ന് സെന്റിന് 50 ലക്ഷം രൂപ അവിടെ വില ഉണ്ട്. ഒരു സെന്റിന് 50 ലക്ഷം രൂപ ഇന്ന് വിലയുള്ള ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനം എടുക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ കച്ചവടമാക്കി. ശംസുൽ ഉലമ എല്ലാവരും ഞങ്ങൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും കുട്ടിസന്താരിമിയാണ് SKSFന്റെ ഒക്കെ ജീവനാടി എന്ന് പ്രവർത്തിച്ചത്. ശംസുൽ ഉലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കുട്ടിയൊക്കെ ഒരു ഓഫീസ് വേണം, സ്ഥലം എടുക്കണം, അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പൈസ ഉണ്ടാക്കി കൊടുക്കണം. ശംസുൽ ഉലമ വിളിച്ചു വന്ന് ആകെ കൂടി കിട്ടിയത് 20 ലക്ഷം. 20 ലക്ഷം എന്ന് പറഞ്ഞാൽ 20 കോടിന്റെ സ്ഥാനത്താണ് കിട്ടി. പക്ഷെ അന്ന് കച്ചവടം, അന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ കച്ചവടം തെറ്റും. അതിനേക്കാൾ മേലെ വില പറഞ്ഞ പല ആൾക്കാരും വരുന്നുണ്ട് അവിടെ. കോഴിക്കോടങ്ങാടിയല്ലേ. തെറ്റണമെന്നാണ് ഉടമന്റെയും ആഗ്രഹം. പക്ഷെ തെറ്റുകൂടാ, ഇന്ന് പൈസ കൊടുക്കണം. അവസാനം മഹാനായ ശംസുൽ ഉലമ ഒരാൾക്ക് ഫോൺ ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോഴിക്കോട് മലപ്പുറം കലക്ടർ ഓഫീസിൽ അദ്ദേഹം വന്നു. അങ്ങനെ SKSF നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം പറഞ്ഞു, ശംസുൽ ഉലമ വിളിച്ചു, നിങ്ങൾക്ക് എത്ര പോരായിരുന്നു? 5 ലക്ഷം പോരാ. ശരി. അദ്ദേഹം ഒരു കത്ത്, ആ കത്ത് കൊടുത്തു. നിങ്ങൾ ഈ കത്ത് കൊണ്ട് ഇന്ന ആളെടുത്ത് പോയിക്കോന്നു. അദ്ദേഹം എഴുതിയ കത്തിലുള്ളത് ഒരാൾക്കാണ്. SKSF നേതാക്കന്മാരാണ് വരുന്നത്. ഇവർക്ക് നിങ്ങൾ 5 ലക്ഷം രൂപ പിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് SKSF നേതാക്കന്മാർ പറഞ്ഞു, സാർ ഇത് ഇന്ന് പിരിക്കാൻ നേരമല്ല, അപ്പൊ പൈസ കിട്ടണമെന്ന്. നിങ്ങൾ പൈസ കിട്ടിയാൽ പോലെ തിരിച്ചിട്ടാണോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, കത്തിക്ക് അങ്ങനെ എഴുതാൻ പറ്റും, നമ്മളങ്ങനെ കൊണ്ടുപോയി. അതൊരാളെ കയ്യിൽ കൊടുത്തപ്പോ അദ്ദേഹം 5 ലക്ഷം രൂപ അവിടെ കാത്തിരിക്കുന്നു. ആ 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇടപാട് തീർത്ത് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഓഫീസ്, സമസ്തയുടെ അടിത്തറപ്പാകുന്ന SKSFന്റെ അടിത്തറപ്പാകുന്ന ഓഫീസ് അന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന നേതാവാണ് പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അപ്പൊ അന്ന് ചെയ്ത മതി. എനിക്കറിയാം, അതിന്റെ അനുഭവത്തിലുള്ളതേ ഞാൻ പറയും. കുട്ടിസാഹിബിന്റെ അനുഭവത്തിലുള്ളത് ഊപ്പര് പറയും, പാപ്പുട്ടിയാജിന്റെ അനുഭവത്തിൽ ഊപ്പര് പറയും, ഓരോരുത്തർ അനുഭവം പറയും. അപ്പൊ അന്നത്തെ നേതാക്കന്മാർ ഉഷാറാണ്, ഇന്നത്തെ നേതാക്കന്മാർ പോക്കാനൊന്നും ആരും പറയണ്ട. മുസ്ലിം ലീഗ് ഈ സമുദായത്തിന്റെ വീരനാട്ടി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രായം ചെന്ന കാരണവന്മാരെ, നിങ്ങളുടെ ഓരോ മുടിനാരിഴ നിരച്ചതും നിങ്ങൾ ലീഗിന് വേണ്ടി പ്രവർത്തിച്ച കാലഘട്ടം കഴിഞ്ഞു പോയിക്കൊണ്ടാണ്. നഷ്ടത്തിൻ്റെതല്ല, നഷ്ടത്തിന്റെ ഒരു തരിമ്പും നിങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങളുടെ നാളെ പടച്ചവർ ചോദിക്കും, നിങ്ങളുടെ യൗവനം എന്തിനെ വേണ്ടി ചെലവഴിച്ചു? ഞാൻ ലീഗിന്റെ പതാക നെഞ്ചിലേറ്റി ഞാൻ വിളിച്ചു പറഞ്ഞു, അവകാശങ്ങൾ നേടിത്തരണം, ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി നേടിത്തരണമെന്നാണ് ഈ കുഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ ഈ ഹരിതക്കൊടി പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൗവനം ചെലവഴിച്ചത് നന്മയുടെ വഴിയാണെന്ന് കൃത്യമായി മറുപടി പറയാൻ മാത്രം മുസ്ലിം ലീഗ് നിങ്ങൾക്കുണ്ടാകുമെന്ന കാര്യം തീർച്ചയായും. അതുകൊണ്ട് നാളെ നമുക്ക് രക്ഷപ്പെടാം. അതിനു വേണ്ടിയാണ് ദുനിയാവിൽ ഇസ്സത്തോടെ ജീവിക്കുക. നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടുക. അതിന് ലീഗാണ്. മതപരമായ സംഘടന അതിൻ്റെതായ രീതിയിൽ ആഖിറവും ദുനിയാവുമൊക്കെ മതപരമായ രീതിയിൽ, രാഷ്ട്രീയപരമായി അത് മുസ്ലിം ലീഗ് തന്നെയാണ് ഉണ്ടാവുക. ലീഗ് എടുത്ത എല്ലാ തീരുമാനങ്ങളും പിൽക്കാലഘട്ടത്തിൽ എല്ലാവർക്കും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നൊരു പക്ഷേ മോശമാണ്, ഞാൻ അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമാണ്, അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അതൊക്കെ ആദ്യം ചില ആളുകൾക്ക് രസിച്ചില്ലെങ്കിൽ പിന്നത് കാലഘട്ടം അവരെ തിരിച്ചറിയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനവും, നിങ്ങൾ നടന്ന കാൽപാദം, നിങ്ങൾ തൊട്ട കയ്യൊക്കെ, നിങ്ങൾ ചിന്തിച്ച ചിന്താശക്തി, നിങ്ങൾ ചെലവഴിച്ച സമ്പത്ത്, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എല്ലാം ഈ നാടിന്റെ, ഈ രാജ്യത്തിന്റെ, ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ ലീഗിൽ നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം ഒന്നും ചേറി ഒഴിവാക്കാനില്ല. എല്ലാം കതിരാണ്, പതിരാശേഷമില്ല. എല്ലാം എന്തൊക്കെയാണ് ഈ സാധു നാസർ ഫൈസി കൂടത്തായി പറയുന്നത്? രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം സംഘടനകളെയും നേതാക്കന്മാരെയൊക്കെ ഇകഴ്ത്തുകയും നിന്ദിക്കുകയും നിസ്സാരപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? ഇയാളെക്കുറിച്ചൊക്കെ എന്ത് പറയാനാ? ചേളാരി സമസ്തൻ്റെയും SKSFൻ്റെയും ഒക്കെ വാക്താവായി വന്നിരുന്ന ആൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിൻ്റെ വക്താവായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
ഇതിൽ നോക്ക് 2-3 കാര്യങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയം തന്നെയല്ലേ. ഇയാൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം സംഘടനയും നേതാക്കന്മാരെയും പണ്ഡിതന്മാരൊക്കെ ഇഴത്തുന്നുണ്ട്, ഇതിൽ നിന്ദിക്കുന്നുണ്ട്, നിസ്സാരപ്പെടുത്തുന്നുണ്ട്. മുന്നിലിരിക്കുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഇയാളൊക്കെ ഇത് ചെയ്യുന്നത് കണ്ടില്ലേ. ഇയാളൊക്കെ ഇത് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു കത്ത് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നടക്കുന്നുണ്ടല്ലോ അവരെ കൂട്ടത്തിൽ തന്നെ. ഇയാളും അമ്പലക്കടവ് ഫൈസിയും ഒക്കെ സത്താർ പന്തലൂരൊക്കെ എഴുതി കൊടുത്ത കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെക്കുറിച്ച്? ഇവരുടെ വലിയ നേതാക്കന്മാരെക്കുറിച്ച്, കൂട്ടുമല ബാപ്പു മുസ്ലിയാരെക്കുറിച്ച് വളരെ മോശമായി എഴുതി കൊടുത്ത കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തും പ്രചരിക്കുന്നുണ്ട്, അതേക്കുറിച്ച് കൊടുത്ത ആളുടെ വോയിസും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും സ്വന്തം നേതാക്കന്മാരെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചൊക്കെ ഈ കോലത്തിലൊക്കെ പറയാന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഇതിൽ നോക്ക് നിങ്ങൾ, ശംസുലമയെ ഇകഴ്ത്തുന്നില്ലേ ഇയാളെ പ്രയോഗത്തിൽ? ഇത്രയേ ഉള്ളൂ ഇവർക്കൊക്കെ ശംസുലമ. ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇഖ്ലാസ് അല്ല, ആഖിറമല്ല ഇവരുടെ ഒന്നും ലക്ഷ്യം. നോക്കണം, ശംസുലമയെ ഇകഴ്ത്തിയാ സംസാരിക്കുന്ന ആ പ്രയോഗം കണ്ടില്ലേ? ഇയാൾ പറയുന്ന പ്രയോഗം നോക്ക്. ശംസുലമ വിളിച്ചു പറഞ്ഞിട്ട് ആകെ കൂടി കിട്ടിയത് 20 ലക്ഷമാണ്. ആ പ്രയോഗത്തിൻ്റെ ശൈലി നോക്ക്. ശംസുലമ വിളിച്ചു പറഞ്ഞിട്ട് ആകെ കൂടി കിട്ടിയത് 20 ലക്ഷമാണ്. വലിയ തുകയാണ്, പക്ഷേ ആ പ്രയോഗം ആകെ കൂടി കിട്ടിയത് 20 ലക്ഷമാണ്. എന്തിനാ അത് പറയുന്നത്? വേറൊരാളെ, രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ സംഖ്യയെയും ഇവരുടെ വലിയ നേതാവിനെയും അല്ലെങ്കിൽ വലിയ പണ്ഡിതനെയും ഇകഴ്ത്തി നിസാരപ്പെടുത്തി സംസാരിക്കുക. കണ്ടോ എന്തിനാ ഇത്? ആ സദസ്സിൽ അവിടെ അതാണ് വേണ്ടത്, രാഷ്ട്രീയക്കാരെ വലുതാക്കണം. അതിനുവേണ്ടി അദ്ദേഹം രാഷ്ട്രീയക്കാരെ വലുതാക്കി സംസാരിക്കുകയാണ്. എന്നാൽ അത് കളവാണ് എന്നാണ് ഇപ്പോൾ അമ്പലക്കടവ് ഫൈസി പറയുന്നത്. സ്വന്തം സംഘടനയെക്കുറിച്ച്, അതിൻ്റെ ഓഫീസിനെക്കുറിച്ച്, അതിന് സ്ഥലം എടുത്തതിനെക്കുറിച്ച് വരെ ഇക്കോലത്തിൽ വിവാദമാകുന്ന ഒരു കൂട്ടർ വേറെ ആരാ ഉള്ളത്? മതത്തിൻ്റെ പേരിലാണ്, മതസംഘടനയുടെ പേരിലാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ, അല്ലെങ്കിൽ ഈ കോലത്തിലൊക്കെ സംസാരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാം? ഒരു സംഘടനയുടെ ഓഫീസ്, അതിൻ്റെ സ്ഥലം എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന കോലം കണ്ടില്ലേ? ഇതിൽ ഇദ്ദേഹം പറഞ്ഞത് ഇതൊങ്ങനെയൊന്നും അല്ല, ഇത് വാസ്തവ വിരുദ്ധമാണ്, കളവാണ് എന്ന് ഇപ്പോൾ അമ്പലക്കടവ് ഫൈസി പറയുന്നത് കാണാം. അപ്പോൾ കളവ് പറയുക, അതുപോലെ ശംസുലമയെ ഇകഴ്ത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാരെ പൊന്തിച്ച് സംസാരിക്കുക. എന്തിനു വേണ്ടിയാ ഇതൊക്കെ? ഭാവിയിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു MLA ആവാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുകയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന്. അതുപോലെ പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതസംഘടനയേക്കാളൊക്കെ വേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ പ്രസംഗത്തിൽ നിന്ന് അതല്ലേ എല്ലാവർക്കും മനസ്സിലാകുക? ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതസംഘടനകളെക്കാളും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാലാണ് നിയ്യത്ത് നല്ല നിലക്ക് ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണം, അതാണ് വേണ്ടത് എന്നാണ് ഇയാൾ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. നോക്കണം ഏത് കോലത്തിലാണ് ഇദ്ദേഹമൊക്കെ സംസാരിക്കുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇയാളുടെ പ്രസ്ഥാനത്തിന്, സംഘടനയെ പോലും മികഴ്ത്തിയിട്ടല്ലേ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത്? ഇങ്ങനെയൊക്കെ മതത്തിൻ്റെ പേരും പറഞ്ഞ് തൊപ്പി വെച്ച് നീളക്കുപ്പായൊക്കെ ഇട്ട് ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് സമസ്തൻ്റെ ഒക്കെ ആളാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. അതൊന്നും ഇയാൾക്ക് ആലോചിക്കേണ്ടതില്ല. കാരണം സ്വന്തം കാര്യം, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ. ഇവിടെ ഇങ്ങനെ ഈ പാർട്ടിയെക്കുറിച്ച് അവർ അതിൽ വിശ്വസിച്ചാൽ, പ്രവർത്തിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചാലൊക്കെ ആഖിറം രക്ഷപ്പെടും, ഒരിക്കലും നഷ്ടമാവൂല എന്ന നിലക്കൊക്കെ സംസാരിച്ചാൽ, ഇപ്പോൾ ഇവരുടെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെയൊക്കെ പ്രവർത്തനമെല്ലാം മതത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്, അതൊന്നും തെറ്റുള്ളതല്ല, അതൊക്കെ ശരിയാണ് എന്ന് വരൂലേ? ആലോചിക്കേണ്ട വിഷയമല്ലേ? ആ പാർട്ടി ചെയ്യുന്നതെല്ലാം ശരിയാണ്, മതത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം? അല്ലെങ്കിൽ അങ്ങനെ വരൂലേ? ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കൂലേ? ഇതെങ്കിലും ഇത്തരം ആളുകൾ മനസ്സിലാക്കണ്ടേ? ഈ നാസർ ഫൈസിയൊക്കെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പാർട്ടിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഈ നിലക്കൊക്കെ സംസാരിക്കുമ്പോൾ ആലോചിക്കണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ ബാങ്കിലേക്ക് നടക്കുന്ന ഇലക്ഷനുകൾ,
സ്ത്രീകൾ രംഗത്തിറക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളും ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. എലക്ഷൻ നടക്കുമ്പോഴും വിജയിച്ചാലൊക്കെ നടക്കുന്ന കോലാഹലങ്ങൾ, ബഹളങ്ങൾ, ഇതൊക്കെ എല്ലാം മതത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ പ്രഭാഷണ വേദി നിങ്ങളൊന്ന് പരിശോധിച്ചു. രാഷ്ട്രീയക്കാരുടെ പ്രഭാഷണ വേദി തന്നെ ഓരോ അപ്പുറത്തുള്ള രാഷ്ട്രീയക്കാരെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചൊക്കെ ഇല്ലാത്തതടക്കം 90% ഇല്ലാത്തതും കേട്ടുകേൾവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ഊഹാപോഹത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളെയും വളരെ മോശമായി സംസാരിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്യുന്ന ശൈലി രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കൊക്കെ ഉണ്ടല്ലോ. മറ്റൊരാളെ വിമർശിക്കുന്നതിൽ ഒരു പരിധിയുമില്ലാത്ത രീതിയിൽ എല്ലാം ലംഘിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രഭാഷകർ അപ്പാർട്ടിയിലുണ്ട്. അപ്പം അതൊക്കെ ഇസ്ലാമികമായി ഏത് ന്യായീകരണം, എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതൊക്കെ പാടുള്ളതാണോ? കളവിൻ്റെയും ഗീബത്തിൻ്റെയും നമീമത്തിൻ്റെയും ഒക്കെ പരിധിയിൽ അത് വിടൂലേ? അപ്പം ഈ നിലക്കൊക്കെ പാർട്ടിയെ ന്യായീകരിക്കുമ്പോൾ ആയത്തും ഹദീസും അല്ലെങ്കിൽ ദീൻ പറഞ്ഞൊക്കെ പാർട്ടിയെ ന്യായീകരിക്കുക, പ്രത്യേകിച്ച് ആഖിറത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ആഖിറത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ആ പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കുമ്പോൾ ആ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എഴുതുന്നതും പറയുന്നതും തീരുമാനങ്ങളും എല്ലാം അത് ഇസ്ലാമിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്, ശരീഅത്തിൽ തെറ്റില്ലാത്തതാണ് എന്ന് പറയലല്ലേ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ? വലിയ ഭവിഷ്യത്ത് അതുകൊണ്ടുണ്ടാവില്ലേ? കയ്യും കെട്ടി സമാധാനം പറയണ്ടേ ഇയാളൊക്കെ? ഇതിൻ്റെ സത്യം ഞാൻ പറഞ്ഞുതരാം. നാസർ ഫൈസ് പറഞ്ഞത് അത് 90% വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ്. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ധരിപ്പിച്ചോ, അള്ളാഹു ആലം. സത്യത്തിലൊന്നും നാസർ ഫൈസ് ചിത്രത്തിലില്ല. ഇസ്ലാമിക് സെൻറ്ററിന് ക്യാഷ് കളക്ഷൻ പല വഴിക്കും നടത്തിയിരുന്നു. അതിൽ ഷംസുൽ ഉലമ മുൻകൈയെടുത്ത് അതിന് ശ്രമിച്ചത് UAE ഒരു കത്ത് തന്നയച്ചുകൊണ്ടാണ്. അപ്പം ഞാനും സമൂഹ കൂട്ടർ പോകുമ്പോൾ ആദർശ് അംസട്ട് കുട്ടി മനസ്സിലാക്കിക്കുന്ന കത്ത്, ശംസുൽ അങ്ങനെ സാധനം കത്ത് കൊടുക്കുക, ഫോൺ ചെയ്ത് പറയുകയൊന്നും ചെയ്യണ സ്വഭാവക്കാരനല്ല. പക്ഷേ നമ്മളെ കാര്യം പ്രധാനമെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പരനെയാണ് ആ സ്ഥലം കച്ചവടം ചെയ്തു തന്നു. അങ്ങനെ ഫുൾ ക്യാഷ് UAE നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവർ കളക്ട് ചെയ്തു. മുക്കം മോയ്മനോജൊക്കെ അന്നവിടെ സ്ഥലത്തുണ്ട്. മൂപ്പര ആവശ്യത്തിന് മൂപ്പര ഓർഫനേജിന് വേണ്ടി വന്നതാണ്. പക്ഷേ മൂപ്പരും കൂടി മുൻകൈ എടുത്ത് എല്ലാ എമിറേറ്റ്സിലെ എല്ലാ സ്റ്റേറ്റിലും പോയി ഓരോ സ്റ്റേറ്റുകൾ ആ സ്ഥലത്തിൻ്റെ ക്യാഷ് ഇത്ര സെൻറ്ററിന് ഏറ്റെടുത്തു. ഞാൻ ഇപ്പോൾ ഓർക്കാണ്, അത്തിപ്പറ്റ ഉസ്താദൊക്കെ വന്നിട്ട് എത്ര പെട്ടെന്നാണ് അവിടെയൊക്കെ നിശ്ചയിച്ച സെൻറ്റിലേറെയായി. അങ്ങനെ ഫുൾ ക്യാഷ് UAE നമ്മുടെ സുന്നി സെൻറ്ററുകളാണ് പിരിച്ചെടുത്ത് തന്നിട്ടുള്ളത്. പിന്നെ കുഞ്ഞാൽ സാഹിബുമായി ബന്ധപ്പെട്ട വിഷയം എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉള്ള സംഭവം ഞാൻ പറയാം. പിന്നെ UDF മന്ത്രിസഭ നിലവിൽ വന്നു. അന്ന് മുസ്ലിം 4 മന്ത്രിമാരാണ്. കുഞ്ഞാൽ സാഹിബ്, CT അഹമ്മദ് അലി, PKK ബാവ, മറ്റേതാരും കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്തായിരുന്നു നമുക്കറിയാം നോക്കിയാൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തു, നമുക്കിപ്പോൾ ഏതായാലും ഇസ്ലാമിൻ്റെ പ്രവർത്തനം, പണിയും കാര്യങ്ങളൊക്കെ നടക്കല്ലേ. അപ്പോൾ പിന്നെ മന്ത്രിമാർക്ക് വലിയ സ്വാധീനങ്ങൾ ഉണ്ടാവുമല്ലോ, അവരെ കേരളത്തിൽ കാശ് കിട്ടുമോ നോക്കാമെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി 4 മന്ത്രിമാരെയും കണ്ട് സംസാരിച്ചു. അതിൽ കുഞ്ഞാൽ സാഹിബ് ഒഴികെയുള്ള മന്ത്രിമാർക്ക് ഇപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോന്നു. കുഞ്ഞാൽ സാഹിബ് എന്ത് ചെയ്തു വെച്ചാൽ, അവരെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും കത്ത് തന്നാൽ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ വല്ലതും 4,000-5,000 ഉറുപ്പിക കിട്ടും. നമുക്ക് കാര്യമായി എന്തെങ്കിലും വേണ്ടേ? ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ വരും മലപ്പുറത്ത്, ഞാൻ അവിടെ ഉണ്ടാവും, നമുക്ക് ആലോചിക്കാം. പറഞ്ഞനുസരിച്ച് ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഗസ്റ്റ് ഹൗസിലെത്തി മലപ്പുറത്ത്. ഞാനുണ്ട്, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറുണ്ട്, ഡോക്ടർ മുഹമ്മദ് നാട്ടിക്കുണ്ട്, പിന്നെ 1-2 ആളുണ്ട്. കറക്റ്റ് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഷാഹുൽ മാഷ് മേലൂർ ഉണ്ടോ സംശയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഓഫീസ് ബോയ് പറഞ്ഞു, നിങ്ങൾ ആരാണ് എസ്കേസ്മെൻ്റ് ആളുകളാണ്? അതെ, ആ കുഞ്ഞാൽ സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ, ഇവിടെ ഉണ്ട്, ഫ്രഷ് ആവുന്ന. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിപ്പോൾ എന്താണ് ആവശ്യം കാര്യമൊക്കെ ചോദിച്ചാലോ. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു. അവർ ഞാൻ 1,00,000 ഉറുപ്പിക അതിലേക്ക് ഏർപ്പാട് ചെയ്ത് തരാം. അങ്ങനെ ഒരു കത്തെടുത്തു. ലെറ്റർ എടുത്തിട്ട് കത്തിൽ അതിലെഴുതി, ഈ വരുന്ന ആളുകൾ നമ്മൾ SKSFകാരാണ്, അവർക്ക് 1,00,000 രൂപ പിരിച്ചുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ കത്തെഴുത്തതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഈ പിരിച്ചുണ്ടാക്കുക എന്നുള്ളത് പ്രശ്നമാക്കേണ്ടതില്ല, കത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, അത് ചെന്നാൽ കാശ് തരുന്നതാണ്. അങ്ങനെ എറണാകുളത്ത്
ഒരു പ്രധാനിയാണ്. അദ്ദേഹം ഇന്നും ചിത്രത്തിലുണ്ട്. ഇന്ന് അതിനേക്കാൾ വലിയ സ്ഥാനമാണ്, ഇത്ര വലിയ സ്ഥാനത്തൊന്നുമല്ല. അദ്ദേഹത്തിനടുത്ത് മുസ്തഫ മാസ്റ്റർ മുണ്ട് പറയാണ് പോയത്. ബസ്സിന് പോയി അദ്ദേഹം 1 ലക്ഷം കത്ത് കൊടുത്തപ്പോൾ കയ്യിൽ കൊടുത്തു, തിരിച്ചു പോന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉള്ള സംഭവം നമ്മൾ അംഗീകരിക്കണം, ഇല്ലാത്തൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതല്ലാതെ ശംസുലുലമ പിരിച്ചിട്ട് 20 ലക്ഷം ഇട്ടുള്ളൂ, ബാക്കി 5 ലക്ഷം കുഞ്ഞാൾ സാഹിബ് തരണം, നിങ്ങൾ പിരിച്ചുണ്ടായി തരണം എന്നാണ് മൂപ്പരെ വിളിച്ച്. അങ്ങനെയൊന്നും ശംസുലുമാരോട് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞതിൽ ശംസുലുമാനെ അവമതിക്കുന്ന ഒരു രീതി കൂടി ഇതിലുണ്ട്. കാരണം ശംസുലുമാന് ഇല്ലാത്ത കാര്യം പറയാനുള്ള പ്രശ്നമുണ്ട്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം അനുസരിച്ച് സത്യം മനസ്സിലാക്കി ഇഖ്ലാസോടുകൂടി ഒരുപാട് കാലം പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടില്ലേ? നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത് കളവാണ്. അങ്ങനെയാണ് ഇപ്പോൾ അമ്പലക്കടവ് ഫൈസി പറയുന്നത്. അദ്ദേഹത്തിന് കാര്യം അറിയില്ല. നോക്കണം നിങ്ങൾ, സ്വന്തം സംഘടനയുടെ ഓഫീസിൻ്റെ കാര്യത്തിൽ, അതിന് സ്ഥലമെടുത്ത കാര്യത്തിലാണ് ഈ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്നത് ഏറ്റുമുട്ടുന്നത്. നാസർ ഫൈസി കൂടത്തായിക്ക് അറിയില്ല പോലും. അമ്പലക്കടവ് ഫൈസി പറയുന്നത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. നോക്കണം, ഈ നിലക്കാണ് ഇവരുടെ സംഘടനയുടെ കാര്യം. ഇവരുടെ സംഘടനയുടെ ഓഫീസിൻ്റെ സ്ഥലമെടുത്ത കാര്യമാണ് ഈ പറയുന്നത്. അതും നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഈ നാസർ ഫൈസി കൂടത്തായി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? ഇദ്ദേഹം പറയുന്ന ഈ കണക്കിലുള്ള ഒരു എന്താ പറയുക, ഒരു പ്രയോഗം കണ്ടില്ലേ? 20 ലക്ഷത്തേക്കാളും വലിയ 5 ലക്ഷം. അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗത്തിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാകുക? 20 ലക്ഷത്തേക്കാളും വലിയ 5 ലക്ഷം. ശംസുലുലമ വിളിച്ചു പറഞ്ഞിട്ട് ആകെ കൂടി കിട്ടിയത് 20 ലക്ഷം. അതൊരു ചെറുതാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. വലിയ പണ്ഡിതനെക്കുറിച്ച്, ഇവർ ബഹുമാനിക്കുന്ന വലിയ ആലിമിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ശംസുലുലമ വിളിച്ചു പറഞ്ഞിട്ട് ആകെ കൂടി കിട്ടിയത് 20 ലക്ഷമാണ്. എന്നാൽ 5 ലക്ഷം കിട്ടിയത് ഈ പാർട്ടിക്കാരിൽ നിന്നാണ്, നേതാവിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ വലുതാക്കുന്നു. അപ്പോൾ 20 ലക്ഷത്തേക്കാണ് വലിയ 5 ലക്ഷം. ഇങ്ങനെ വരുത്താനും പറയാനും വേണ്ടിയിട്ടാണ് ഈ കളവൊക്കെ പറയുന്നത് അമ്പലക്കടവ് ഫൈസിൻ്റെ ഭാഷയിലെ. ഇതാണ് ഇവരുടെ അവസ്ഥ. ഈ നിലക്ക് ഇവരുടെ പ്രസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതാണ്, നേതാക്കന്മാർ ഏറ്റുമുട്ടുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്.